ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ, ഞാനൊരു ഹെയർ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒരു വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ വ്ളോഗ് എടുക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക. അതേപോലെ തന്നെ ഞാൻ എന്തൊക്കെ ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്, അതേപോലെ തന്നെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ റെഡിയാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. You can say no, no, then saying yes, 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 because you're messing with your head. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ആയിരിക്കും. 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ടൈം പീരീഡിലാണ് ഞാൻ മുടി വളർത്താനായിട്ട് തുടങ്ങിയത്. മുടി അങ്ങനെ വളർത്തിയിട്ടൊന്നുമില്ല, ഒരു ഷോൾഡർ ലെവൽ അല്ലെങ്കിൽ ഷോൾഡറിൽ നിന്ന് ഇച്ചിരിയുടെ ഒരു ലെവലിലേക്കായിരിക്കും എപ്പോഴും വളർത്തിക്കൊണ്ടിരുന്നത്. അതിന് മുമ്പ് ഫുള്ളും ബോയ് കട്ടായിരുന്നു. എൻ്റെ ഹെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും കട്ടിയില്ലാത്തതാണ്, ഒട്ടും ഉള്ളുമില്ല, ഒട്ടും കട്ടിയില്ലാത്ത ഹെയറുമാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഉച്ചി ഭാഗം വരെ, ഉച്ചിയുടെ അവിടം വരെ എനിക്ക് സ്ട്രെയിറ്റ് മുടിയാണ്. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് അല്ല, ഒരുവിധപ്പെട്ട ഒരു സ്ട്രെയിറ്റ് മുടിയും. അത് കഴിഞ്ഞ് താഴോട്ട് വേവ്നെസ് വന്നിട്ട് പിന്നെ കേൾ വരുന്ന മുടിയുമായിരുന്നു. അതാണ് എൻ്റെ ഹെയറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. MBAക്ക് ഞാനൊന്ന് ഹെയർ വളർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷോർട്ടായിട്ട് ഒരു സെക്കൻഡ് ഇയർ ടൈമിലൊക്കെ ആയപ്പോഴത്തേക്കും കട്ട് ചെയ്തായിരുന്നു. അന്ന് തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കാൻ തുടങ്ങി. ഹെയർ സ്ട്രെയിറ്റ്നർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ഒരു ജോലി കിട്ടിയപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ സ്ട്രെയിറ്റ്നർ ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് നമ്മുടെ മുടിയിലോട്ട് അടുപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ കൂടുതൽ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഒഴിവാക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തത്. ആദ്യം മുടി സ്ട്രെയിറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ സ്മൂത്തനിങ് ചെയ്തു. 2 ടൈംസോളം സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കെരാറ്റിൻ ചെയ്തു. കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ലോക്ക്ഡൗൺ ആയത്. അങ്ങനെ വീട്ടിൽ വന്നു, അങ്ങനെ മുടി ഒത്തിരി വളർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ചേച്ചിയുടെ കല്യാണത്തിന് തൊട്ട് മുമ്പാണ് ഞാൻ വേറൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഞാൻ സ്ട്രെയിറ്റനിങ് ചെയ്ത സമയത്ത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആണ്, ആരും പറഞ്ഞു തരാനൊന്നും ഇല്ലല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തല്ലേ. അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്തു പോയി. അപ്പം എനിക്ക് ഈ അറ്റം ഇങ്ങനെ ഇച്ചിരി വേവ്നെസ്സോ കേൾനെസ്സോ ആയിട്ട് കിടക്കണം, മറ്റേതെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടും കിടക്കണമെന്നായിരുന്നു ആഗ്രഹം. അത് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഒന്നെങ്കിൽ മൊത്തത്തിൽ മുട്ടയടിക്കണം മുടി, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മുടി വീണ്ടും വളർത്താം. എന്നിട്ട് മാത്രമേ നമുക്ക് വീണ്ടും കേള് അറ്റത്ത് വരുത്താനായിട്ട് പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ക്ഷമയും കാര്യങ്ങളും എനിക്കില്ലാത്തത് കാരണം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്മൂത്തനിങ് ചെയ്തു. സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ വെച്ചു സ്മൂത്തനിങ് ചെയ്യുമ്പോഴും ഒരിച്ചിരി വേവിനെസ്സും കാര്യങ്ങളും വരുത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, വരുത്താൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഹെയർ ഷോർട്ട് ആക്കിയിട്ടാണ് സ്മൂത്തനിങ് ചെയ്തത്. അന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് മറ്റേ നസറിയുടെ കട്ട് പോലത്തെ ആയിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫ്രണ്ട് ഇത്ര ഇറക്കിയിട്ട് ബാക്കിൽ കയറ്റിയിട്ടുള്ള ആ ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. അങ്ങനെ നല്ല സ്റ്റൈലായിട്ട് നടന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കളറിങ് ചെയ്തു. കളറിങ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള കളറാണ് കൊടുത്തിരുന്നത്. 12 ആയിട്ടുള്ള സ്ട്രീക്സ് ആയിട്ട് അതിങ്ങനെ കൊടുത്തു. മുകളിലത്തെ പോർഷനിൽ 6 താഴത്തെ പോർഷനിൽ 6 എന്ന് വെച്ചിട്ട് അങ്ങനെ 12 സ്ട്രീക്സ് ആണ് ഞാനത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹെയർ ഗ്രോത്ത് വന്നപ്പോൾ കെരാറ്റിൻ ആണ് ചെയ്തത്. കെരാറ്റിൻ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ഹെയർ ഗ്രോത്ത് ഇവിടെ വരെയൊക്കെ ആയിട്ടാണ് ഞാൻ കെരാറ്റിൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ 12 സ്ട്രീക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം അവർ ബ്ലീച്ച് ചെയ്തിട്ടാണല്ലോ നമ്മുടെ ഈ ഹെയർ കളർ ചെയ്യണത്. അപ്പോൾ ഈ ബ്ലീച്ചിങ് കാരണം ഒത്തിരി ഡാമേജ് നമ്മുടെ ഹെയറിനുണ്ടാവും. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഫ്രിസി. ഒന്നാമതേ നമ്മുടെ സ്മൂത്തനിങ്ങോ സ്ട്രെയിറ്റനിങ്ങോ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മുടെ ഹെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡ്രൈ ആവും, ഫ്രിസി ആകും. അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണല്ലോ ഈ കെരാറ്റിൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കെരാറ്റിൻ യൂസ് ചെയ്തത്. കെരാറ്റിൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ഇതൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ കെരാറ്റിൻ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും കെരാറ്റിൻ്റെ ആ എഫക്റ്റ് നമ്മുടെ ഹെയറിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചേച്ചിയുടെ കല്യാണത്തിന് തൊട്ട് മുമ്പേ ചെയ്തെന്ന് പറയുന്നത്, ഞാനിങ്ങനെ ദിയാകൃഷ്ണ ഇല്ലേ, ദിയാകൃഷ്ണയുടെ യൂട്യൂബ് ചാനൽ, ദിയാകൃഷ്ണയുടെ ആണോ മറ്റവളുടെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ അനിയത്തി ഉണ്ടല്ലോ,
പേര് ഞാൻ മറന്നുപോയി. ആ കുട്ടിയുടെയോ അങ്ങാണ്ട് യൂട്യൂബ് ചാനൽ കണ്ടപ്പം അവർ ബോട്ടോക്സ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സാധാരണ ഒരു കരുനാപ്പള്ളിയിലുള്ള ലാപ്പേര എന്ന് പറയുന്ന സലൂണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് അവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ സലൂണിൽ പോയിട്ട് ഞാൻ ചോദിച്ചു ബോട്ടോക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം ബോട്ടോക്സ് മാത്രം ചെയ്യുവാണെങ്കിൽ അത് 3 months നിൽക്കത്തുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 3 months അല്ല എനിക്ക് നിൽക്കേണ്ടത്, അത് ഇച്ചിരി നാളെ നിൽക്കണം. കാരണം ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ആ സമയമായതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് 3 months അല്ല, എനിക്ക് ഇച്ചിരി ഏറെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബോട്ടോക്സ് പ്ലസ് സ്മൂത്തനിങ് കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് സ്മൂത്തനിങ്ങിൻ്റെ കൂടെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്. ഇത് ബോട്ടോക്സ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ എന്തൊക്കെ ചെയ്താലും ഇതെല്ലാം കെമിക്കൽസ് തന്നെയാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തു. ആ ബോട്ടോക്സ് പ്ലസ് സ്മൂത്തനിങ് ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഹെയറിൻ്റെ എൻ പോർഷനിൽ എനിക്കൊരു വളവും കാര്യങ്ങളും ഒക്കെ തനിയെ വന്നു. ഇപ്പം നിങ്ങൾക്ക് നേരത്തെയുള്ള ഫോട്ടോസ് ഞാൻ കാണിക്കാം. എൻ്റെ ഹെയർ കട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ കാണിക്കാം. കാരണം ആ കേളിനെസ് അറ്റത്ത് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എനിക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം, അറ്റത്ത് ഇങ്ങനെ കേൾ വരണമെന്നായതുകൊണ്ട് എനിക്കത് നല്ല രീതിയിൽ എഫക്റ്റായി. ഞാൻ ഹാപ്പി ആയിരുന്നു. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ പറയണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹെയറിൻ്റെ ലെങ്ത്തും പിന്നെ ഉള്ളും ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്, ഹെയറിൻ്റെ കട്ടിയും ഒക്കെ വെച്ചിട്ടാണ് ഓരോ ട്രീറ്റ്മെൻറ്റിനും, അതായത് സ്മൂത്തനിങ് ആണെങ്കിലും സ്ട്രെയിറ്റനിങ് ആണെങ്കിലും ബോട്ടോക്സ് ആണെങ്കിലും കെരാറ്റിൻ ആണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആവുന്നത്. ബോട്ടോക്സ് പക്ഷേ ഇതേപോലെ തന്നെ കെരാറ്റിൻ പോലെ തന്നെ 3 months ആയിരിക്കും നിങ്ങൾക്ക് നിൽക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത്തിരി ലോങ് ലാസ്റ്റിംഗ് കൂടെ ആണെങ്കിൽ നിങ്ങൾ സ്മൂത്തനിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പോകുന്ന ആ ബ്യൂട്ടി പാർലറിൽ അങ്ങനെയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത്തിരി ലെങ്ത് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയിക്കൊണ്ട് ഞാനെന്ത് വിചാരിച്ചു, ഞാൻ ഇത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണം, ഇത് വേണമെന്ന് വെച്ചിട്ടാണ് ബോട്ടോക്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ബോട്ടോക്സും പ്ലസ് സ്മൂത്തനിങ്ങും ചെയ്തത് ഹെയറിൽ. അപ്പം അന്ന് ഞാൻ കട്ട് ചെയ്തതെന്ന് പറയുന്നത് ഫെദർ കട്ടായിരുന്നു. ഫെദർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു ഹെയർ കിടക്കുന്ന കാണാൻ. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷോർട്ട് ഹെയർ കട്ട് ചെയ്ത ആ സമയത്തെ ഫോട്ടോസൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഹെയർ കട്ടിങ് ആയി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത മുടി വളർന്ന് മറ്റേ വാല് പോലെ ആയി വീണ്ടും. അപ്പം പിന്നെ എന്തായാലും ഹെയർ കട്ട് ചെയ്യാം എന്ന് കരുതി ഞാൻ ഹെയർ കട്ട് ചെയ്തതാണ്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഞാൻ ബോയ് കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. എന്താണെന്ന് അറിയത്തില്ല, കൊച്ചിലേ തൊട്ട് അവർക്ക് എന്നെ ബോയ് കട്ടിൽ എന്തോ വിഷം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നി. ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ ചേച്ചിമാർ മുടി വെട്ടുന്നതിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ എന്തെങ്കിലും മുടി വെട്ടുന്നതിൽ ഒരു പ്രശ്നമില്ല. കാരണം ഉള്ളില്ലാത്തതുകൊണ്ട് അമ്മ പറയും നീ മുടി വെട്ടിക്കോ, എന്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും എൻ്റെ മുടിയിൽ എൻ്റെ വീട്ടുകാർ സമ്മതിക്കും. പക്ഷെ കളറിങ് അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. കളറിങ് എന്തുകൊണ്ടോ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കളർ ചെയ്യാറുണ്ട്. കാരണം വല്ലപ്പോഴും ആണല്ലോ ഒരു ആഗ്രഹം കിട്ടുന്നത്. ഞാൻ എപ്പോഴും റെഫറൻസുമായിട്ടാണ് സെർച്ച് ചെയ്ത് കുറച്ച് റെഫറൻസുമായിട്ടാണ് പോയി അവരോട് ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഞാൻ അവരെ കൊണ്ട് കാണിച്ചൊരു ഹെയർ കട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡർ ലെവലിന് ഇച്ചിരി കൂടെ താഴെ വന്നിട്ട് ബാക്കിൽ ഇങ്ങനെ യു പോലെ വന്നിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം ഇങ്ങനെ ലെയർ കട്ട് ചെയ്തതാണ്. ലെയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് സൈഡിലായിട്ട് ഇട്ടിരിക്കുന്നതാണ് ഞാൻ റെഫറൻസ് ആയിട്ട് കൊടുത്തത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഹെയർ ഷോൾഡർ ലെവലാക്കിയിട്ട് ലെയർ അടിച്ചോളാൻ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആകുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിൽ ലെയർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഭംഗി കാണത്തില്ല. കാരണം ട്രീറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് അത് വടി പോലെ തന്നെ കിടന്നോളൂ. അപ്പോൾ ഒരു രസം കാണത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു അന്ന് എൻ്റെ ഫ്രണ്ട് പോർഷൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. ഫ്രണ്ട് പോർഷൻ ചെയ്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇത്തിരി ഫ്രിഞ്ചസും കാര്യങ്ങളും ഒക്കെ കിട്ടി. ഈ വട്ടം മുടി വെട്ടിയതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, എന്നെ കാണാമെന്ന് തന്നെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ രണ്ടും കളർ ചെയ്തു. ഈ സൈഡും ദിസ് ഈസ് ദ കോർണർ ഓഫ് അവർ ഹെഡ്. കോർണറിലായിട്ടാണ് ഞാനിത് ചെയ്തത്. കാരണം എനിക്ക് കെട്ടുമ്പോൾ മാത്രം കളറിങ് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്ന ഒരു ബർഗണ്ടി പ്ലസ് പർപ്പിൾ കളർ മിക്സ് ആണ്. കളർ ഒരു ബർഗണ്ടി ഷെയ്ഡ് മാത്രമേ വന്നിട്ടുള്ളൂ, ആ പർപ്പിൾ കളർ വന്നിട്ടില്ല. കാരണം നമ്മൾ ബ്ലീച്ച് വുഡൊക്കെ തേച്ച് കഴിയുമ്പോൾ ബ്ലീച്ച് വുഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള കളർ കിട്ടത്തുള്ളൂ. അപ്പം എന്തായാലും എനിക്കൊരു ബർഗണ്ടി കളർ പോലെ കിട്ടിയത് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. എനിക്ക് കളർ അടിക്കണമെന്നേ ഉള്ളായിരുന്നു. പിന്നെ ആ കളർ കിട്ടിയാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം കൂടെ സാധിച്ചു. ഇത്രയാണ് ഞാൻ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തതെന്ന് പറയണത്. ഇനിയും ഹെയർ ലോസ് എന്ന് പറയുന്നൊരു സംഭവം നമുക്കുണ്ടല്ലോ.
എനിക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ ലോസ് കൂടുതലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്താണോ പണ്ട് കൊഴിഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ വീണ്ടും കൊഴിയുന്നുണ്ട്. ഇനി ഞാൻ ഹെയർ ടൂൾസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലിപ്സിൻ്റെ സ്ട്രെയിറ്റ്നർ ഉണ്ടല്ലോ. ഒത്തിരി സ്ട്രെയിറ്റ്നേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഫിലിപ്പിൻ്റെ സ്ട്രെയിറ്റ്നറാണ്. നല്ല ബെസ്റ്റ് സ്ട്രെയിറ്റ്നർ ആയിരുന്നു. നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എത്ര നേരം വേണമെങ്കിലും കിടക്കുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിലിപ്സിൻ്റെ വേറെ മേടിച്ചിട്ടൊന്നും അത്രയും അതിൻ്റെ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എബ്രോഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് മേടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്ന ക്വാളിറ്റിനേക്കാളും നല്ലതായിരിക്കും ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉള്ള കൺട്രീസിൽ നിന്ന് കൊണ്ടുവരുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഹെയർ ഡ്രയറും അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം ഞാനൊരു 6-7 മാസമായി കാണും. 7 മാസത്തിന് മുമ്പ് ഞാൻ യൂട്യൂബ് തുടങ്ങണമെന്ന് ഉറപ്പാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മുടി ഇങ്ങനെ ചുരുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് താഴോട്ട് സ്ട്രെയിറ്റ് ആയി കിടക്കുന്നു, മേളിൽ ചുരുണ്ട് കിടക്കുന്നു. അതൊന്ന് വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് അലൻ ട്രോമൻ്റെ ഹെയർ ബ്രഷാണ്. ഇതിന് പല കളറ് വേരിയബിൾസ് ഒക്കെ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഓഫ്, ലോയ്, ഹൈ, മീഡിയം ഇവിടെ ഇതിങ്ങനെ നമുക്ക് തിരിക്കാവുന്നതാണ്. ഇത് ഒരു വട്ടം എങ്ങാണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ ഹെയർ നിൽക്കുമോ, ഇത് വർക്കിംഗ് ആണോ, കാര്യങ്ങൾ പന്നലാണോ സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എത്ര നേരം നിൽക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം ആക്ച്വലി ഇത് നോക്കേണ്ട വന്നിട്ടില്ല. ഹെയർ ഡ്രയറിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഹെയർ നനഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് പെട്ടെന്ന് തന്നെ ചൂടാകും കേട്ടോ. നമ്മൾ ഓൺ ആക്കുമ്പോഴേ തന്നെ നമുക്കൊരു ചൂടും കാര്യങ്ങളും വരും. നമുക്ക് പൊള്ളുകയോ അങ്ങനത്തെ, ഇപ്പം ഹെയർ സ്ട്രൈറ്റ്നർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പൊള്ളുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരത്തില്ലേ. ഇതങ്ങനെയൊന്നുമില്ല, ചൂടാകുമെന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ ചുമ്മാ മുടി ചീകിതേ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഇടാം. അപ്പം അവിടെ ഇങ്ങനെ ഒരു വേവ്നെസ് വരും. അപ്പം ഇത് ചൂടാക്കാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ. ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ശബ്ദം കേട്ടോ. നമ്മൾ ഈ ഓൺ ആക്കി കഴിഞ്ഞിട്ട് ലോയും മിഡിൽ ഹൈ ആക്കി ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ മിക്സി അടിക്കുന്ന പോലെ ട്രിന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാം. പിന്നെ ഇത് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അധികം കമൻറ്റ് പറയാനും പറ്റത്തില്ല. എത്ര നേരം നിൽക്കുമെന്ന് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു കമൻറ്റ് പറയണില്ല. ഞാൻ എന്തെങ്കിലും ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയാം. ബ്ലോ ഡ്രൈ ചെയ്യാൻ നേരം നല്ലതാണ്. ബ്ലോ ഡ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചായിരുന്നു. നമുക്ക് പെട്ടെന്ന് മുടി ഉണങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കറക്കി എടുക്കുന്ന ഇത്തിരി മെനക്കേടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു പ്രോഡക്റ്റാണ്. നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ഇനി മുടി കഴുകുന്നതിനെ പറ്റി പറഞ്ഞില്ലല്ലോ. മുടി വാഷ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ദിവസം കൂടുമ്പോൾ ഞാൻ കഴുകും. അതായത് ഇന്ന് കഴുകിയെങ്കിൽ നാളെ കഴുകത്തില്ല, മറ്റന്നാൾ കഴുകും. ഇപ്പം നന്നായിട്ട് വേർത്തു അല്ലെങ്കിൽ നന്നായിട്ട് പൊടിയും കാര്യങ്ങളും ഒക്കെ അടിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ വാഷ് ചെയ്യും. പക്ഷെ ഇല്ല, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വൺ ഡേ ഗ്യാപ്പ് വിട്ടിട്ടാണ് വാഷ് ചെയ്യണത്. കഴുകാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂവും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മുടെ ലോറിയൽ പാരസിൻ്റെ ടോട്ടൽ റിപ്പയർ 5 ഷാമ്പൂ എന്ന് പറയുന്നതുണ്ട്. അത് നമ്മുടെ ഈ ട്രീറ്റഡ് ഹെയറിനും ഹെയർ ഫോളിനും ഡാൻഡ്രഫിനും എല്ലാത്തിനും നല്ല, അതായത് റിപ്പയറിങ് ഷാമ്പൂ എന്നാണ് അതിനെ പറയുന്നത്. അപ്പം അതാണ് ഈയിടെയായിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷാമ്പൂ എന്ന് പറയുന്നത് നമ്മുടെ വെല്ല പ്രൊഫഷണൽസിൻ്റെ ഇൻവിഗോ ഡാമേജ്ഡ് ഹെയർ റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു ഷാമ്പൂ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാസ്കും കിട്ടും. അപ്പം ആ മാസ്കും അടിപൊളിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് സെൻ ബൊട്ടാണിക്കയുടെ ഒരു ആർഗൺ ഓയിൽ മാസ്കോ അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു മാസ്ക് ഉണ്ട്. അതും നമ്മുടെ ട്രീറ്റഡ് ഹെയറും അതേപോലെ തന്നെ കളേർഡ് ഹെയറിന് ഏറ്റവും നല്ലതാണ്. ഇപ്പം ഈയിടെയായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ലോറിയൽ പ്രൊഫഷണൽ സെരി എക്സ്പേർട്ട് അബ്സല്യൂട്ട് റിപ്പയർ ഷാമ്പൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈ ആൻഡ് ഡാമേജ്ഡ് ഹെയർ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ എന്ന് പറയുന്നത് ഗോൾഡൻ കളറാണ് കേട്ടോ. ഗോൾഡൻ എന്തോ സംതിങ് അതിൻ്റെ ഫ്ലേവറോ കാര്യങ്ങളോ അങ്ങാണ്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഗോൾഡൻ കളർ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഗോൾഡൻ്റെ ഷാംപൂ യൂസ് ചെയ്താൽ നല്ലതാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് വർക്കായില്ല. ഇതിൻ്റെ മാസ്കും, അതായത് ലോറിയൽ പ്രൊഫഷണലിൻ്റെ സെരി എക്സ്പേർട്ടിൻ്റെ മാസ്കും നല്ലതാണ് കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ ഹെയർ ഒക്കെ ഇങ്ങനെ സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കും. എന്നും യൂസ് ചെയ്യരുത്, ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 2 വട്ടം യൂസ് ചെയ്യുക. എന്തൊക്കെ ക്രീംസും സ്പ്രേസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നാണ് ഇനിയും പറയാൻ പോകുന്നത്. അതിൽ ഓയില് ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് ഞാൻ ഓയിൽ അധികം യൂസ് ചെയ്യാറില്ല. നമ്മുടെ എണ്ണ
വെളിച്ചെണ്ണയാണെങ്കിലും അല്ലാതെ നമുക്കിപ്പം ഹെയർ ഓയിൽസ് കിട്ടുമല്ലോ, അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പം ട്രീറ്റഡ് അല്ലാത്തൊരു ഹെയർ ആണ്, നമ്മുടെ മുടി താഴോട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണ യൂസ് ചെയ്യാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്ത വേറൊരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് ഈ താരൻ്റെയൊക്കെ പ്രശ്നമുണ്ടല്ലോ, താരൻ്റെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ഫോലിയേഷൻ നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലും ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്ഫോലിയേഷൻ നടത്തണമെന്ന് പറയുന്നത്, താരം മാത്രമല്ല, നമുക്ക് ഡ്രൈ ആയി നമ്മുടെ മുടിയിൽ നമ്മുടെ ഹെയർ സ്കാൽപ്പ് ഡ്രൈ ആയിട്ടിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഡാൻഡ്രഫ് ആയിരിക്കും അത്, അല്ലെങ്കിൽ സ്കാൽപ്പ് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുന്നത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കഫൈൻ്റെ നേക്കഡ് ആൻഡ് റോസ് കോഫി സ്കാൽപ്പ് സ്ക്രബ് ഫോർ ഡാൻഡ്രഫ് കൺട്രോൾ ആൻഡ് സ്കാൽപ്പ് എക്സ്ഫോലിയേഷൻ വിത്ത് നാച്ചുറൽ ഏജിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ കോഫി പൗഡർ വിത്ത് ഓയിലാണ്. അപ്പം അത് ഇങ്ങനെ പിടിച്ച് കുറച്ച് നേരം മസാജ് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ്സിനുള്ളിൽ വെച്ചിട്ട് നമ്മളത് ഷാമ്പു ഇട്ട് കഴുകിക്കളയുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതും എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല. എക്സ്ഫോലിയേഷനും ഇങ്ങനത്തെ സ്ക്രബും ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യരുത്. വൺസ് ഇൻ എ വൈൽ, വീക്കിൽ ഒരിക്കൽ അല്ലെങ്കിൽ ട്വൈസ് ആയിട്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാവൂ. പിന്നെ ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് ലോറിയൽ പാരീസിൻ്റെ ഹെയർ സ്പ്രേ ആണ്. ഇപ്പം ഇത് അവൈലബിൾ ആയിട്ട് കാണുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണെന്ന്. ഇതാണ് ഞാൻ ഹെയർ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ബാറ്റിസ്റ്റയുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ റീഫ്രഷ് ഷാംപൂയിങ് എക്സ്പ്രസ് ഡ്രൈ ഷാമ്പു യൂസ് ചെയ്യാറുണ്ട്. ഇത് നേരത്തെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴോ ഹീറ്റ് ചെയ്യുമ്പോഴോ പിന്നെന്താണ് നമ്മൾ ബ്ലോ ഡ്രൈ ഒക്കെ ഉപയോഗിക്കുമ്പോഴോ അതിന് മുമ്പേ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണിത്. ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സെറമാണിത്. എല്ലാ ഹെയർ ടൈപ്സിനും പറ്റിയതാണ്. ഇത് എത്രയോ എണ്ണകളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ഓയിലാണ്. പക്ഷെ ഇത് നമുക്കിപ്പം ഒരു എണ്ണയുടെ ഹെയർ ഓയിലിൻ്റെ എഫക്റ്റ് ഒന്നും അല്ല. നമുക്കിപ്പം പുറത്തു പോകാൻ നേരം വേണമെങ്കിലും നമ്മുടെ മുടി ഇങ്ങനെ പറന്ന് നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 2-3 ഡ്രോപ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ എണ്ണമയം അങ്ങനെ ഹെയർ സെറം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അതാണ് കറക്റ്റ് വേർഡ്. സെറമായിട്ട് യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ലിവോണ്ട ഉണ്ട്, വേറെ ഏതൊക്കെയോ കമ്പനീസിൻ്റെ സെറംസ് അവൈലബിൾ ആണ്. പകരം ഇങ്ങനത്തെ ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ നമ്മളെ ഹെയറിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ അലോവേര ജെല്ലുണ്ടല്ലോ, യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ അലോവേര ജെല്ലാണ്. ഇതെന്ന് പറയുന്നത് ലിക്വിഡി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹെയറിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നല്ല ഡ്രൈ ഫ്രിസി ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അലോവേര ജെല്ലോ മേടിക്കുക, പെരട്ടുക, സിമ്പിൾ. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം. നിങ്ങൾക്ക് എൻ്റെ ഈ ഹെയർ സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അതേപോലെ തന്നെ ബെൽ ബട്ടണോട് അമർത്തണം. അപ്പം ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ till then take care, bye bye, love you guys, ta-ta.